നമസ്കാരം, ഞാൻ സന്തോഷ് തിരുവല്ല. സ്ഥിരമായി മദ്യപിച്ച് വീട്ടിലെത്തുന്ന ഒരാൾ ഏത് സമയത്ത് വീട്ടിലെത്തിയാലും മദ്യം വേണം. മദ്യം വീട്ടിൽ ഇരിപ്പില്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് കൊണ്ടുവരാനായിട്ട് ഭാര്യയോട് വഴക്കുണ്ടാക്കുന്ന ഒരാൾ. ഇദ്ദേഹം ഒരു ദിവസം പതിവിലും താമസിച്ചാണ് വീട്ടിലെത്തുന്നത്. താൻ താമസിച്ച് എത്തിയതിൻ്റെ കാരണം എന്താണെന്ന് ഇദ്ദേഹം ഭാര്യയോട് പറയുന്നത് തേന്മാവിൻ കൊമ്പത്ത് എന്ന ലാലേട്ടൻ്റെ ചിത്രത്തിലെ മാനം തെളിഞ്ഞേനിന്നാൽ എന്ന ഗാനത്തിൻ്റെ പാരഡിയിലൂടെയാണ്. ഈ പാരഡി എഴുതിയത് ഞാനാണ്. ഒപ്പം ഞാൻ ഒന്ന് പാടാൻ ശ്രമിക്കുകയാണ്. ഇതിന് തെറ്റുകൾ ക്ഷമിച്ച് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു. ബാറ് അടച്ചാലെന്ത്, ഷാപ്പും അടച്ചാലെന്ത് വേണം, ഒരു സ്മോള് കയ്യിൽ കാശുണ്ടേലെന്ത്, കയ്യിൽ കാശില്ലേലെന്ത് വേണം, ഒരു സ്മോള് മണിമോളെ നീ വേഗം ചൊല്ല്, ഒരു സ്മോളിന്റെ കൂടൊരു മുട്ടയും കൊണ്ടെത്തായും. ബാറ് അടച്ചാലെന്ത്, ഷാപ്പും അടച്ചാലെന്ത് വേണം, ഒരു സ്മോള് കയ്യിൽ കാശുണ്ടേലെന്ത്, കയ്യിൽ കാശില്ലേലെന്ത് വേണം, ഒരു സ്മോള്. പാടവരമ്പിൽ ഞാൻ വീണല്ലോ, കുത്തിയിരുന്നു ഞാൻ വീണ്, ചേറിനുള്ളിൽ ഞാൻ പൂണ്ടല്ലോ, കണ്ണും തലയും കറങ്ങി, ആ ചേറ്റിന്ന് എന്നെ ഒന്ന് രക്ഷിക്കുവാൻ, ആ ചേറ്റിന്ന് എന്നെ ഒന്ന് രക്ഷിക്കുവാൻ, ഈ മേലൊന്ന് ക്ലീൻ ചെയ്യാൻ വെള്ളം തരാൻ ഒരു കൈ വന്നു മാലാക പോലെന്നെ രക്ഷിച്ചല്ലോ. ബാറ് അടച്ചാലെന്ത്, ഷാപ്പും അടച്ചാലെന്ത് വേണം, ഒരു സ്മോള് കയ്യിൽ കാശുണ്ടേലെന്ത്, കയ്യിൽ കാശില്ലേലെന്ത് വേണം, ഒരു സ്മോള്. കയ്യിൽ പിടിച്ചാളെ നോക്കുമ്പോൾ എന്നോട് കെട്ടെല്ലാം പോയേ, പലിശക്കാരൻ അണ്ണാച്ചി കലിതുള്ളി നിൽക്കുന്നതാണേ, എന്റെ മുതലും പോയി പലിശയും പോയെന്ന് പറഞ്ഞും കൊണ്ട്, എന്റെ മുതലും പോയി പലിശയും പോയെന്ന് പറഞ്ഞും കൊണ്ട്, എന്റെ തന്തേനേം തള്ളേനേം തെറിപൂരമായി ഒരു തൊഴി തന്നു, അതുകൊണ്ട് ഞാൻ വീണ്ടും ചേറ്റിൽ വീണു. ബാറ് അടച്ചാലെന്ത്, ഷാപ്പും അടച്ചാലെന്ത് വേണം, ഒരു സ്മോള് കയ്യിൽ കാശുണ്ടേലെന്ത്, കയ്യിൽ കാശില്ലേലെന്ത് വേണം, ഒരു സ്മോള് മണിമോളെ നീ വേഗം ചൊല്ല്, ഒരു സ്മോളിന്റെ കൂടൊരു മുട്ടയും കൊണ്ടെത്തായും. ബാറ് അടച്ചാലെന്ത്, ഷാപ്പും അടച്ചാലെന്ത് വേണം, ഒരു സ്മോള്. താങ്ക് യു.